ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് LDC കണക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. 2017 LD ക്ലർക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 8/4 പ്ലസ് 2/4. വോട്ട് മാസ് റൂൾ അനുസരിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. 8/4 പ്ലസ് 2/4. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. ബോർഡ് മാസ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതോ സോൾവ് ചെയ്യുക. ഓഫ് എന്നൊരു ടേം വരുന്നുണ്ടെങ്കിൽ പിന്നീട് അതാണ് ചെയ്യേണ്ടത്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരണം വന്നാൽ അത് ചെയ്യുക. പിന്നെ ഗുണനം ചെയ്യണം, പിന്നെ കൂട്ടുക, പിന്നെ കുറയ്ക്കുക. അപ്പൊ ഈ ഓർഡർ അനുസരിച്ച് ആദ്യം ആര് വരണം? ഹരണം വരണം. 8നെ 4 ഹരിച്ചാൽ എന്ത് കിട്ടും? 2 എന്ന് ഉത്തരം കിട്ടും. കണ്ടോ? 2. 8നെ 4 ഹരിച്ചാൽ 2. പ്ലസ് അടുത്തത് ഗുണനം ചെയ്യണം. 4 ഗുണം 2 എത്രയാണ്? 8. അപ്പൊ 8ഉം 2ഉം എത്ര വന്നു? 10 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 + 2 1/2 + 3 1/3. എങ്ങനെ ചെയ്യാൻ പറ്റുക? ആദ്യം നമ്പറുകളെ എല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിലിട്ട് കൂട്ടുക. ഈ 1നെ എടുത്തു, 2നെ എടുത്തു, 3നെ എടുത്തു, പിന്നെ നടുക്കൊരു പ്ലസ് ഇട്ട് കൊടുത്തു. ഇനി ഫ്രാക്ഷനെ എല്ലാം ഒരുമിച്ച് കൂട്ടാം. 1/2 + 1/3. ഇതെല്ലാം കൂടെ കൂട്ടാലോ. 3ഉം 2 5, 5 1 6. 6+ ഇവിടെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 3 × 1 3 പ്ലസ് 2 × 1 2/3 × 2 6 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 6. 3ഉം 2ഉം 5. 6 5/6 എന്നാണ് കിട്ടിയത്. പക്ഷെ ഓപ്ഷൻസ് എല്ലാം സാധാരണ ഭിന്നസംഖ്യയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഗുണിച്ച് ഉത്തരം കണ്ടെത്താം. 6 × 6 36. 36ഉം 5ഉം 41. 41/6 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ 15% എന്നത് 27 ആയാൽ ആ സംഖ്യ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എക്സ് എന്നോ ക്വസ്റ്റ്യൻ മാർക്കെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. സംഖ്യയുടെ വന്നാൽ ഗുണനമിടണം. 15% 15% ആയതുകൊണ്ട് 15/100 ചെയ്തു. ശതമാനം വന്നാൽ എപ്പോഴും 100 ഹരിക്കണം. എത്രയാണ്? 27 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാ? 27 ഗുണം ഈ 100 മുകളിലേക്ക് പോവും, 15 താഴേക്ക് വരും. 27 × 100/15 വെട്ടാലോ. 3 × 9 27. 3 × 5 15. വീണ്ടും 5 × 1 5 × 20. അപ്പൊ ആൻസർ എത്ര വന്നു? 9 × 2 18. 180 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? വളരെ സിമ്പിളായ ഒരു ചോദ്യം. ലാഭശതമാനം കാണാൻ എന്ത് ചെയ്യണം? വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുക. ഓക്കെ, വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. അതിനെ വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക. കണ്ടോ? ഇനി ശതമാനമല്ലേ, ശതമാനമായതുകൊണ്ട് തന്നെ ഗുണം 100ഉം കൂടെ ചെയ്യുക. അപ്പം ലാഭം കണ്ടുപിടിക്കുക, വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക, 100ഉമായിട്ട് ഗുണിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ലാഭശതമാനം കിട്ടും. നഷ്ടശതമാനം ഇതുപോലെ തന്നെയാണ് കേട്ടോ. വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില കുറയ്ക്കണം. നഷ്ടം വരണമെങ്കിൽ നമ്മൾ വാങ്ങിച്ച വില കൂടുതലും വിറ്റ വില കുറവായിരിക്കുമല്ലോ. അപ്പൊ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക, ഗുണം 100 ചെയ്യുക. ഇവിടെ ആൻസർ എത്ര വരും നോക്കിയേ. 440 രൂപയ്ക്ക് വിറ്റു, 400 രൂപയ്ക്ക് വാങ്ങിച്ചു, ബൈ 400 ഗുണം 100. 440 നിന്ന് 400 പോയ എത്രയാണ്? 40. 40/400 ഗുണം 100 ചെയ്യുക. നമുക്ക് ഉത്തരം എത്ര കിട്ടി? 10%. കണ്ടോ? 10% നമ്മുടെ ഉത്തരം വരുന്നത് കേട്ടോ. ഈ 2 സീറോയും ഈ 2 സീറോയും പോയി. 4ഉം 40ഉം കൂടെ വെട്ടുമ്പോൾ 10 എന്ന് ഉത്തരം കിട്ടും. കണ്ടോ? അടുത്ത ചോദ്യം. 1400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ 384 രൂപയായാൽ പലിശ നിരക്ക് എത്ര ശതമാനം? നോക്കിക്കേ, നമ്മുടെ പി അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഇവിടെ എത്രയാണ്? 2400 രൂപയാണ്.
എത്ര രൂപയാണ് പലിശ കിട്ടിയത്? പലിശ നമുക്ക് സാധാരണ പലിശയായിട്ട് എടുക്കാം, കാരണം ഇവിടെ കൂട്ടുപലിശ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ 2 വർഷത്തെ പലിശ ഞാൻ സാധാരണ പലിശയാക്കിയാണ് എടുക്കുന്നത്. 384 രൂപ. എത്ര വർഷം? 2 വർഷം. ഇനി നമുക്കെല്ലാം തന്നിട്ടുണ്ടല്ലോ, റേറ്റ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം PRT/100 എന്ന് പറയുന്നത് പലിശയ്ക്ക് സമമാണ്. PRT/100 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിക്ഷേപിച്ച തുകയും പലിശ നിരക്കും വർഷവും എല്ലാം കൂടെ ഗുണിക്കുക, 100 ഹരിച്ചാൽ എന്ത് കിട്ടണം? നമ്മുടെ സാധാരണ പലിശ കിട്ടണം. ഇവിടെ നമുക്ക് ആരൊക്കെയുണ്ട്? P അറിയാം, T അറിയാം, സിമ്പിൾ ഇൻട്രസ്റ്റും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പലിശ നിരക്ക് 6 കണ്ടുപിടിച്ചൂടെ? അപ്പം 6നെ അവിടെ തന്നെ നിർത്തിക്കോ, ബാക്കി എല്ലാവരെയും അങ്ങോട്ട് വിട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ പലിശ? 384 രൂപ. ഇൻറ്റു ഈ 100 ഇങ്ങോട്ട് പോയി, ഫൈൻ, ഡിവൈഡഡ് ബൈ പീനെയും ടീനെയും എനിക്ക് താഴോട്ടല്ലേ വിടാൻ പറ്റുള്ളൂ, അവർ നേരെ താഴോട്ടേ പോവുള്ളൂ. പി ഇവിടെ എത്രയാ? 2400 ഗുണം ഇവിടെ എത്രയാ? 2 വർഷം. എല്ലാം കൂടെ വെട്ടിയ ഉത്തരമായി. 2 0 2 0 കൂടെ വെട്ടി. ഇനി 12 ഗുണം 2 ഇവിടെ എത്ര വരും? 2 ഗുണം 1 2 18. 9 ഗുണം 2 18. 2 ഗുണം 2 4. വീണ്ടും വെട്ടാലോ, 2 വെച്ച് വെട്ടിക്കോ. 2 ഗുണം 1 2 ഗുണം 9 18. ശിഷ്ടം 1 12 എന്ന് വന്നു. 6 96 കിട്ടി. 12 ഗുണം 1 12. 12 ഗുണം 8 96. നമ്മുടെ ഉത്തരം എത്ര വന്നു? 8% പലിശ. കണ്ടോ, റേറ്റ് എത്രയാണ്? 8%. അടുത്ത ചോദ്യം A/B 1:3 B/C 4:5 ആയാൽ A/C എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, A/B നമുക്ക് തന്നിട്ടുണ്ട് 1:3. ഇനി B/C നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 4:5. അങ്ങനെയാണെങ്കിൽ A/C കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ റേഷ്യോ മൊത്തത്തിൽ ആദ്യം കണ്ടുപിടിക്കാമല്ലോ. എവിടെയാണോ വേക്കൻസി ഉള്ളത് അതിൻ്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതുക. ഇപ്പം ഇവിടെ വേക്കൻസി ഉണ്ടല്ലോ, അപ്പം ദേ 4 തൊട്ടടുത്ത നമ്പർ, അപ്പം അത് അങ്ങോട്ട് എഴുതുക. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എഴുതിക്കോ. 4 ഗുണം 1 4, 3 ഗുണം 4 12, 5 ഗുണം 3 15. അപ്പം നമ്മുടെ റേഷ്യോ എത്രയാണ്? 4:12:15 എന്ന് കിട്ടി. A/C ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എയുടെ വാല്യൂ 4, സിയുടെ വാല്യൂ 15. 4:15 ആണ് നമ്മുടെ ഉത്തരം. ഫൈൻ. അടുത്ത ചോദ്യം നോക്കിക്കേ, 10 12 14 16 18 ഈ സംഖ്യകളുടെ ശരാശരി കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലത്തെ കോൺസിക്യൂട്ടീവ് നമ്പറുകൾ വന്നാൽ, അല്ലെങ്കിൽ ഒരേപോലെ കൂടി പോകുന്ന നമ്പറുകൾ വന്നാൽ, ഇവരുടെ എല്ലാം ഇടയിലെ വ്യത്യാസം എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഒരേ രീതിയിലാണ് നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ ശരാശരി കാണാൻ വളരെ സിമ്പിളാണ്. അവരുടെ ഏറ്റവും നടുക്ക് കിടക്കുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ ഉത്തരം. കണ്ടോ, 10 12 14 16 18 അങ്ങോട്ടും 2 നമ്പർ, ഇങ്ങോട്ടും 2 നമ്പർ. അപ്പൊ ഏറ്റവും നടുക്ക് കിടക്കുന്ന ആളാരാണ്? 14. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 14 ആയിരിക്കും. അല്ലാതെ വെറുതെ എല്ലാം കൂടെ കൂട്ടി നോക്കി 5 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നേരെ നടുക്ക് കിടക്കുന്ന ആളെ എടുത്തങ്ങ് എഴുതിയാൽ മതി. ഫൈൻ. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5:4 ഗുണം 5:3/5:7 എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. A/m × A/n രണ്ടുപേരുടെയും ബേസ് സെയിം ആണെങ്കിൽ പവറുകളെ തമ്മിൽ എന്ത് ചെയ്യാം? കൂട്ടാം. ഗുണനമാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 5/4 + 3 എന്ന് എഴുതാം. താഴെ ആരുണ്ട്? ഒരു 5/7 ഉണ്ട് കേട്ടോ. ഇനി 4 3 കൂടെ കൂട്ടി എത്രയാ വരിക? 7 എന്നാണ് വരിക. അപ്പൊ നമുക്ക് 5/7/5/7 എന്ന് കിട്ടി. മുകളിലും താഴെ ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയുക, ഉത്തരം 1 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 1 ആണ്. ചില കുട്ടികൾ താഴെ മുകളിൽ ഒരേ സംഖ്യ വന്നാൽ വെട്ടിയിട്ട് 0 എന്ന് എഴുതി വെക്കും കേട്ടോ. അങ്ങനെ ഒന്നും എഴുതരുതേ. ഒരേ സംഖ്യയാണ് വരുന്നതെങ്കിൽ വെട്ടിക്കളയുക, 1 എന്ന് എഴുതുക. ഫൈൻ. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര സെന്റിമീറ്റർ ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് 16. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വശങ്ങളും കൂടെ കൂട്ടുന്നതാണ്. ഒരു വശം A ആണെങ്കിൽ 4 വശവും കൂടെ കൂട്ടിയാൽ 4A എന്ന് കിട്ടും. 4A എത്രയാണ്? 16 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ 16നെ 4 ഹരിക്കുക. 4 ഗുണം 4 16. കണ്ടോ, അപ്പോൾ ഒരു വശം എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണ്. ഇനി പരപ്പളവ് കാണാൻ പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? പരപ്പളവ് A² ആണ്. അപ്പൊ എയുടെ വാല്യൂ 4 അല്ലേ?
അപ്പം 4ന്റെ സ്ക്വയർ എടുക്കുക. 4 ഗുണം 4 16. കണ്ടോ? അപ്പം നമ്മുടെ പരപ്പളവ് എത്ര തന്നെയാണ് വരുന്നത്? 16 സ്ക്വയർ സെന്റിമീറ്റർ തന്നെയാണ് വരുന്നത്. അടുത്ത ചോദ്യം. അടുത്ത് നോക്കിക്കേ, 4, 7, 10 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ 101-ാം പദം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 101-ാമത്തെ പദം A101 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം A101 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? an കണ്ടുപിടിക്കാൻ വേണ്ടി a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് നമ്മൾ ചെയ്യേണ്ടത്. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആദ്യത്തെ പദമാണ് കേട്ടോ. ആദ്യത്തെ പദത്തിനെയാണ് a എന്ന് കാണിക്കുന്നത്. ഇനി d എന്ന് പറഞ്ഞാൽ അവരുടെ പൊതുവ്യത്യാസം. n എന്ന് പറഞ്ഞാൽ ഏത് ടേം ആണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് n എന്ന് പറയുന്നത്. ഇനി n-1 ചെയ്യുക, d യുമായിട്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ചെയ്യാലോ? അപ്പൊ നോക്കിക്കേ, A101 എയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 4 ആണ്. 4 പ്ലസ് n-1 101 ആണ് n-ന്റെ വാല്യൂ. അപ്പൊ 101-ൽ നിന്നും 1 കുറച്ചാൽ 100. കണ്ടോ? ഇനി പൊതുവ്യത്യാസം ഇവിടെ എത്രയാ? 7-ൽ നിന്ന് 4 കുറച്ചാൽ 3, 10-ൽ നിന്ന് 7 കുറച്ചാൽ 3. അപ്പൊ പൊതുവ്യത്യാസം 3 എന്ന് കിട്ടി. 100 × 3 ചെയ്ത ആൻസർ ആയി. ചെയ്യാലോ? 4 പ്ലസ് 300 എന്ന് കിട്ടി. 300 പ്ലസ് 4 എത്രയാണ്? 304. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 304 എന്ന് കിട്ടി. കണ്ടോ? നമ്മുടെ സമാന്തര ശ്രേണിയിൽ സാധാരണ ഒരു പദം കണ്ടുപിടിക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം. അടുത്തത് ശ്രേണികളിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. വിട്ടുപോയ പദം പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, 4ന്റെ കൂടെ 6 കൂട്ടിയാൽ 10. പക്ഷെ 10ന്റെ കൂടെ 4 കുറച്ചാലല്ലേ 6 കിട്ടുള്ളൂ. അപ്പൊ കുറച്ചും കൂട്ടിയും വരുന്ന ശ്രേണികളാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ശ്രേണികളാവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിടവിട്ടുള്ള സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം അവിടെ ഉണ്ടാവാം. നോക്കിക്കേ, 4നെ 6 ആക്കാൻ 2 കൂട്ടിയാൽ മതി. 6നെ 8 ആക്കാനോ 2 കൂട്ടിയാൽ മതി. കണ്ടോ? അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സംഖ്യകൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ 10നെ 13 ആക്കാൻ 3 കൂട്ടുക. വീണ്ടും 13ന്റെ കൂടെ 3 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി 16. കണ്ടോ? അപ്പം ആൻസർ ഇവിടെ എത്ര വന്നു? 16 എന്ന് വന്നു. ഫൈൻ. അടുത്ത ചോദ്യം നോക്കിക്കേ, 8 + 2 610 ആണ്. 9 + 5 414 ആണ്. അങ്ങനെയാണെങ്കിൽ 8 + 7 എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. നോക്കിക്കേ, 8ഉം 2ഉം കൂടെ കൂട്ടിയ എത്രയാണ്? 10. 8 + 2 10. അതല്ലേ ഇവിടെ എഴുതിയേക്കുന്നേ. ഇനി 8ൽ നിന്നും 2 കുറച്ചാൽ എത്രയാണ്? 6. അതല്ലേ ഇവിടെ എഴുതിയേക്കുന്നേ, 610. അടുത്ത നോക്കിക്കോ, 9ഉം 5ഉം കൂടെ കൂട്ടിയാൽ 14. 9ൽ നിന്നും 5 കുറച്ചാൽ 4. അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതാം? 8ഉം 7ഉം കൂടെ കൂട്ടിക്കേ. 8ഉം 7ഉം 15. അപ്പം നമ്മളിത് 15 എന്ന് എഴുതി. ഇനി 8ൽ നിന്ന് 7 കുറച്ചാൽ എത്ര വരും? 8ൽ നിന്ന് 7 കുറച്ചാൽ 1. 1നെ എടുത്ത് ഫ്രണ്ടിലാണ് എഴുതണ്ടേ കേട്ടോ, ബാക്കിലല്ല. ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ, കൂട്ടിയതിനെ പുറകിൽ എഴുതി, കുറച്ചതിനെ ഫ്രണ്ടിൽ എഴുതി. ഇതുപോലെ തന്നെ എഴുതിക്കോ, കൂട്ടിയതിനെ പുറകിൽ എഴുതി, കുറച്ച് കിട്ടുന്ന ഉത്തരം എടുത്ത് ഫ്രണ്ടിൽ എഴുതി. അപ്പം നമ്മുടെ ആൻസർ എത്ര വന്നു? 115. ഫൈൻ. അടുത്ത ചോദ്യം നോക്കിക്കേ, 125 25മായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 64 ഏത് സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. 25 എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ വർഗമാണ് അല്ലേ. 125 എന്ന് പറഞ്ഞാൽ എന്താണ്? 5ന്റെ ക്യൂബാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി നോക്കിക്കേ, 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ വർഗമാണ് 16. 64 4ന്റെ ക്യൂബാണ് 64. കണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏത് വന്നു? ഓപ്ഷൻ ഡി 16 എന്ന് വന്നു. ഫൈൻ. അപ്പൊ അതിൽ മാത്രം നമുക്ക് ഈ 2, 3 എന്നുള്ള കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ആൻസർ ആയിട്ട് എടുത്തത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ, ഒറ്റയാൻ ഏത്? ഓപ്ഷൻ എ ഗോളം, ഓപ്ഷൻ ബി സിലിണ്ടർ, ഓപ്ഷൻ സി വൃത്തം, ഓപ്ഷൻ ഡി ക്യൂബ്. നമുക്കറിയാം ഈ ഗോളവും സിലിണ്ടറും ക്യൂബും എല്ലാം തന്നെ എന്താണ്? നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അല്ലേ. പക്ഷെ വൃത്തം എന്ന് പറയുന്നതോ? സർക്കിളിന് വോളിയം ഉണ്ടോ? ഇല്ല. സർക്കിൾ ഒരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ് അല്ലേ, അതിന് നമുക്ക് വോളിയം ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി വൃത്തം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോഡിങ് ഡീകോഡിങ് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഡോഗിനെ നമ്മൾ WLT എന്ന് കോഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ക്യാറ്റിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. DW കാണുമ്പോഴേ മനസ്സിലേക്ക് എന്തോ ഓർമ്മ വരണം? ഓപ്പോസിറ്റ് പെയറുകൾ എന്താണെന്ന് ഓർമ്മ വരണം. ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ A മുതൽ M വരെ എഴുതി N തൊട്ട് Z വരെ എഴുതിയാൽ
ഡിയുടെ തൊട്ട് താഴെ ആരാ വരിക? ഡബ്ല്യു. ഡ്യൂ എന്നാണ് നമ്മൾ പഠിച്ചത്. ഡിയുടെ ഓപ്പോസിറ്റ് ഡബ്ല്യു ആണ്. ഡ്യൂ ആണ് നമ്മുടെ കോഡ്. അങ്ങനെയാണെങ്കിൽ ഓയോ നമ്മൾ ലവ് എന്നാ പഠിച്ചത്. എല്ലിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആളാണ് ഓ. അപ്പൊ ഓയുടെ ഓപ്പോസിറ്റ് ആര് വരും? എല്ല് വരും. അടുത്തത് നമ്മൾ GST എന്നാണ് കോഡ് പഠിച്ചത് അല്ലെ? GST. ജിയുടെ ഓപ്പോസിറ്റ് ആര് വരും? ടി വരും. കണ്ടോ? ഓപ്പോസിറ്റ് പെയേഴ്സ് അല്ലേ തന്നേക്കുന്നേ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാലോ. സി മൂന്നാമത്തെ ആളാണ് അല്ലെ? സിയുടെ ഓപ്പോസിറ്റ് ആരാ വരിക? എക്സ് വന്നു. എയുടെ ഓപ്പോസിറ്റ് ആര് വരും? ഇസഡ് വരും. ടിയുടെ ഓപ്പോസിറ്റ് ആരാ വരിക? ജി ആണ് വരിക. നമ്മുടെ ആൻസർ എന്ത് വന്നു? XZ G എന്ന് വന്നു. ഫൈൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു ക്ലോക്കിൽ സമയം 4:10 ആയാൽ കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം എത്ര സമയം കാണിക്കും? നമുക്ക് തന്നിരിക്കുന്ന സമയം എത്രയാണ്? 4:10 കേട്ടോ. പ്രതിബിംബം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചത് 12 മണിയേക്കാളും ചെറിയ സമയമാണെങ്കിൽ, അതായത് എത്രയാണ്? 11:50 വരെയുള്ള സമയങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 11:60 നിന്നും കുറച്ചാൽ ഉത്തരം കിട്ടി. കണ്ടോ? നമ്മുടെ 12 അവർ ക്ലോക്കിനകത്ത് വരുന്ന സമയങ്ങളാണെങ്കിൽ 12 മണിക്കൂർ ക്ലോക്ക് ഉണ്ടല്ലോ നമ്മുടെ, ആ ക്ലോക്കിനുള്ളിൽ വരുന്ന സമയം 4 മണി, 6 മണി, 8 മണി, 10 മണി, 11 മണി എന്തും ആയിക്കോട്ടെ, 11:59 വരെയുള്ള സമയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 11:60 നിന്നും കുറച്ചാൽ അതിന്റെ പ്രതിബിംബം കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിക്കോ. 0, 6 നിന്ന് 1 പോയാൽ 5, നിന്ന് 4 പോയാൽ എത്രയാണ്? 7. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 7:50 എന്ന് വന്നു. ഇനി നമുക്ക് തരുന്ന സമയം എത്രയാ? 14:20 അല്ലെങ്കിൽ എത്രയാ? 12:30. അങ്ങനെ 12 മണിക്കൂർ ക്ലോക്കിനേക്കാളും വലിയ സമയങ്ങളാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ നേരെ 24 അവർ ക്ലോക്കിലെ സമയമാക്കി മാറ്റുക. 24 മണിക്കൂർ ക്ലോക്കിൽ എത്രയാണ്? 23 ആണ് അല്ലെ? 23:60 എന്ന് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പൊ നമ്മുടെ 12 മണിയേക്കാളും ചെറിയ സമയങ്ങളാണെങ്കിൽ 11:60 നിന്നും കുറച്ചാൽ റിഫ്ലക്ഷൻ കിട്ടും. അതേസമയം 12 മണിയേക്കാളും വലിയ സമയം 12:30 അല്ലെങ്കിൽ 13, 13:30, 14, 18 അങ്ങനെ ഏത് സമയം തന്നാലും എന്ത് ചെയ്യണം? 23:60 നിന്നും കുറച്ചാൽ നമ്മുടെ ഉത്തരമായി. ഫൈൻ. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം 12:15 ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാം? 12:15 നമുക്ക് തന്നിരിക്കുന്ന സമയം. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആണ് 30h - 11/2m. അപ്പൊ 30 ഗുണം എച്ചിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 12 മൈനസ് 11/2 ഗുണം എമ്മിന്റെ വാല്യൂ എത്രയാണ്? 15. ചെയ്യാലോ. 12 ഗുണം 30 എത്രയാണ്? 360 മൈനസ് 15 ഗുണം 11 എത്ര വരും? ആദ്യം 5 എഴുതുക, പിന്നെ 5 1 6, പിന്നെ ഈ 1 എഴുതുക. 165 ഡിവൈഡഡ് ബൈ 2. 165ന്റെ പകുതി എത്രയാണ്? 165ന്റെ പകുതി 8 ഗുണം 2 16, പിന്നെ 5 വരും അല്ലെ? 2 ഗുണം 2 4, 0.5 82.5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ 360 മൈനസ് 82.5. ശരിക്കും ഇതുവരെ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മുടെ ഉത്തരം 82.5 തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിന് രണ്ടും കൂടെ കുറച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് ആൻസർ എത്ര വരും? 5 എന്ന് കിട്ടി. പോയിന്റ് ഇവിടെ എത്രയാ? 9. 9 നിന്ന് 2 പോയാൽ 7. പിന്നെ ഇവിടെ എത്രയാ? 15. 15 നിന്ന് 8 പോയാൽ 7. പിന്നെ പോയിട്ട് ശിഷ്ടം 2. 277.5 എന്നാണ് ആൻസർ കിട്ടുക. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഉത്തരം ഉണ്ടാവില്ല. കാരണം 180 ഡിഗ്രിയേക്കാളും വലിയ ആൻസർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 360 നിന്നും കുറച്ചിട്ടുള്ള ഉത്തരം വേണം എഴുതാൻ. മനസ്സിലായോ? 180 ഡിഗ്രിയേക്കാളും വലിയ ഉത്തരമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 360 നിന്നും നമുക്ക് കിട്ടിയ ഉത്തരം കുറയ്ക്കണം. കുറച്ചാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നോക്കിക്കേ. 277.5 360 നിന്നും 277.5 കുറച്ചാൽ എത്ര കിട്ടും? 82.5 എന്ന് തന്നെ ആൻസർ കിട്ടാൻ പോകുന്നേ. 360 82 കുറച്ചപ്പോഴാണ് എനിക്ക് 277.5 എന്ന ആൻസർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 360 നിന്നും 277.5 കുറച്ചാൽ എത്ര കിട്ടണം? 82.5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടാൻ പോവുക. അപ്പൊ ഇതുപോലെ 360 നിന്നും കുറയ്ക്കുന്ന ആൻസേഴ്സ് വന്നാൽ നമ്മുടെ ആൻസർ ഏതായിരിക്കും? അത് തന്നെ ആയിരിക്കും കേട്ടോ. ബാക്കി ചെയ്ത് നോക്കി സമയം കളയാൻ നിൽക്കണ്ട. അത് തന്നെ ആൻസർ ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്യാം.
ഓക്കെ, ആൻസർ ഇവിടെ എത്രയാണ്? 82.5. അടുത്ത ചോദ്യം. 2012 ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ചയായാൽ മാർച്ച് 2-ാം തീയതി ഏത് ദിവസമാണ്? 2012 ഫെബ്രുവരി ഉണ്ട്, മാർച്ചും ഉണ്ട്, തൊട്ട് അടുത്തടുത്ത മാസങ്ങളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. 2012 എന്ത് വർഷമാണ്? അതിവർഷമാണ് കേട്ടോ. എങ്ങനെയാ കണ്ടുപിടിച്ചേ? തന്നിരിക്കുന്ന വർഷത്തിനെ 4 ഹരിക്കാൻ പറ്റുമെങ്കിൽ അതെന്ത് വർഷം? അതിവർഷം. 2012 നമുക്ക് 4 ഹരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏത് വർഷമാണ്? അതിവർഷം. ഇനി അതിവർഷത്തിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29 ദിവസം ഉണ്ടായിരിക്കുവേ. ഫെബ്രുവരി 2-ാം തീയതി വ്യാഴം, ഫെബ്രുവരി 2-ാം തീയതി വ്യാഴമാണ്, രണ്ട് ദിവസം പോയി. 29-ൽ 2 പോയാൽ ഇനി എത്രയേ ബാക്കിയുള്ളൂ? 27 ബാക്കിയുള്ളൂ. 27 അങ്ങോട്ട് എഴുതി കേട്ടോ. മാർച്ച് 2-ാം തീയതിയുടെ കാര്യമല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാർച്ച് 2-ാം തീയതി ഏത് ദിവസമാണ്? അപ്പൊ നമുക്ക് 2 എന്ന് എഴുതിയാൽ മതി. 27ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 29. കിട്ടുന്ന ദിവസത്തിനെ 7 ഹരിക്കുക. ഒറ്റ ദിവസങ്ങൾ കാണാൻ എന്ത് ചെയ്യണം? 7 ഹരിക്കണേ. 7 × 4 28, പോയിട്ട് ശിഷ്ടം 1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒറ്റ ദിവസം. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന എന്താണ്? ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴത്തിന്റെ കൂടെ 1 കൂട്ടുക. വ്യാഴത്തിന്റെ അടുത്ത ദിവസം ഏതാണ്? വെള്ളി. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു? വെള്ളിയാഴ്ച എന്ന് വന്നു. ഫൈൻ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ കാലണ്ടറിന്റെ 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ് ഒന്ന് പോയി കാണണം കേട്ടോ. അടുത്ത ചോദ്യം. 25 മീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പൊ നമുക്ക് കിഴക്കോട്ട് നടക്കാലോ. അത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. 25 മീറ്റർ കിഴക്ക് അങ്ങോട്ടല്ലേ? കിഴക്കോട്ട് നടന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. അങ്ങോട്ട് നടക്കുന്ന ആളെ ഇടത് മുകൾ ഭാഗത്തും വലത് താഴോട്ടും ആയിരിക്കും. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. അപ്പൊ വലതേതാ? അങ്ങോട്ട്. നേരെ നിൽക്കുന്ന ഒരാളുടെ വലത് ആ സൈഡിലായിരിക്കുമല്ലോ. അപ്പൊ വലത്തോട്ട് എത്ര ദൂരം പോയി എന്നാ പറഞ്ഞേക്കുന്നേ? 20 മീറ്റർ നടന്നു. അപ്പൊ ഞാൻ 20 മീറ്റർ വരച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ. അപ്പൊ അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരാളുടെ വലത് താഴോട്ടും ഇടത് മുകളിലോട്ടും അല്ലേ? വലത്തോട്ട് എത്ര ദൂരം തന്നെയാ നടന്നേ? 10 മീറ്റർ നടന്നേ. അപ്പൊ ഇതേ ദൂരം തന്നെ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്കിൽ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര മീറ്റർ അകലെയാണ്? ഇവിടെയാ തുടങ്ങിയത്, ഇവിടെ വന്ന് അവസാനിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും ദൂരം 25 ആയിരുന്നു. ഇത്രയും ദൂരമോ? ഇത് 20 അല്ലേ? അപ്പൊ ഇതും 20. അപ്പൊ 25 + 20 എത്ര വന്നു? 45 എന്ന് വന്നു. കണ്ടോ? നമ്മുടെ ആൻസർ എത്രയാണ്? 45. ഫൈൻ. അടുത്ത ചോദ്യം. ക്യൂവിൽ തോമസ് മുന്നിൽ നിന്നും 9-മതും പിന്നിൽ നിന്നും 8-മതുമാണ്. മുന്നിൽ നിന്നുള്ള സ്ഥാനം അറിയാം, പിന്നിൽ നിന്നുള്ള സ്ഥാനം അറിയാം. ആകെ ആ ക്യൂവിൽ എത്ര പേരുണ്ട്? 2ഉം കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. 8 8 16, 1 17. 17-ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 16. കണ്ടോ? ആ ക്യൂവിൽ ആകെ എത്ര കുട്ടികളുണ്ട്? 16 കുട്ടികൾ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഫൈൻ. ഇപ്പം എല്ലാം എളുപ്പമുള്ള ചോദ്യമല്ലാതെ ഇതിൽ സത്യം പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വളരെ എളുപ്പത്തിൽ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. ഈ വരുന്ന LD പക്ഷേ ഇത്രയും എളുപ്പമാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈസിയിൽ നിന്നും തുടങ്ങിയാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാൻ അത് സഹായിക്കും. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ നിങ്ങൾ തറോ ആയി കഴിഞ്ഞാൽ കൂടുതൽ SCRT പാഠഭാഗങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുക. അതും 9-ന്റെയും 10-ന്റെയും SCRT ഭാഗങ്ങളാണ് PSC ഇപ്പോൾ ഈ കഴിഞ്ഞ LDക്കൊക്കെ സ്ട്രെസ് കൊടുത്ത് ചോദിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗത്തിന് തന്നെ നിങ്ങളും സ്ട്രെസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും ചോദ്യ പേപ്പറുകളും ഒക്കെ വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നന്നായി തന്നെ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.